ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷെൽ സന്ദർശനത്തിന് നാളെ തുടക്കം. ദേശീയ ദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഭൂകമ്പത്തിൽ ദുരന്ത ഭൂമിയായി വെനസ്വേല. സഹായഹസ്തവുമായി ഓപ്പറേഷൻ അമിസ്റ്റാഡ് പ്രഖ്യാപിച്ച് ഇന്ത്യ. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. രാജ്യത്തിന്റെ ഭാവിക്ക് ഭീഷണിയായ ലഹരിക്കെതിരെ ഒറ്റക്കെട്ടായ പോരാട്ടം അനിവാര്യമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരളത്തിൽ സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നോർവേ ഫ്രാൻസിനെയും സെനഗൽ ഇറാഖിനെയും നേരിടും. ഇന്ത്യ അയർലൻഡ് T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷെൽ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷെൽസിന്റെ ദേശീയ ദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഒരു വിഭാഗവും ഇന്ത്യൻ നാവികസേനയുടെ 2 കപ്പലുകളും പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ മാസം 29 വരെ നീളുന്ന സന്ദർശനത്തിൽ സീഷെൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി ശ്രീ മോദി ചർച്ച നടത്തും. സീഷെൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രവാസികളുമായും ആശയവിനിമയം നടത്തും. ഭൂകമ്പത്തിൽ ദുരന്ത ഭൂമിയായി മാറിയ വെനസ്വേലയ്ക്ക് സഹായഹസ്തവുമായി ഇന്ത്യ. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകാനും അടിയന്തര സഹായം എത്തിക്കാനുമായി വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഓപ്പറേഷൻ അമിസ്റ്റാഡ് പ്രഖ്യാപിച്ചു. ഇതിന്റെ ഭാഗമായി വ്യോമസേനയുടെ 2 MCC C-17 വിമാനങ്ങൾ വെനസ്വേലയ്ക്ക് തിരിച്ചു. ഒരു ഇന്ത്യൻ ആർമി ഫീൽഡ് ഹോസ്പിറ്റൽ യൂണിറ്റും 35 ടണ്ണിലധികം ദുരിതാശ്വാസ സാമഗ്രികളും മരുന്നുകളും മെഡിക്കൽ ഉപകരണങ്ങളും അടക്കമുള്ളവ ഓപ്പറേഷൻ അമിസ്റ്റാഡിൽ ഉൾപ്പെടുന്നു. കഴിഞ്ഞ ദിവസം വെനസ്വേലയിൽ ഉണ്ടായ ഭൂചലനത്തിൽ മരിച്ചവരുടെ എണ്ണം 589 3000-ഓളം പേർക്ക് പരുക്കേറ്റതായാണ് റിപ്പോർട്ട്. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരിക്കെതിരായി പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ലോകവ്യാപകമായി ശക്തിപ്പെടുത്താനുമാണ് ഐക്യരാഷ്ട്രസഭ ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ലോക ലഹരി വിപത്ത് നിലനിൽക്കുന്ന പ്രതിസന്ധികളും പുതിയ വെല്ലുവിളികളും നൂതന പ്രതികരണങ്ങളും എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ലഹരി മരുന്നിനെതിരെ ഒറ്റക്കെട്ടായി പോരാട്ടത്തിന് ആഹ്വാനം ചെയ്ത് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ലഹരി, ദേശീയ സുരക്ഷ, സാമൂഹിക സ്ഥിരത, സാമ്പത്തിക താൽപര്യങ്ങൾ, യുവതയുടെയും രാജ്യത്തിന്റെയും ഭാവി എന്നിവയ്ക്ക് ഭീഷണിയാണെന്നും ന്യൂഡൽഹിയിൽ നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ 10ാമത് ഉന്നതതല യോഗത്തെ അഭിസംബോധന ചെയ്യവേ ശ്രീ ഷാ പറഞ്ഞു. 2014 മുതൽ 2026 വരെയുള്ള കാലയളവിൽ 118 ലക്ഷം കിലോഗ്രാം സിന്തറ്റിക് ലഹരി മരുന്നുകൾ സർക്കാർ പിടിച്ചെടുത്തു. ലഹരിമരുന്നിനും ലഹരിക്കടത്ത് ശൃംഖലകൾക്കുമെതിരായ രാജ്യത്തിന്റെ പ്രചാരണം ശക്തിപ്പെടുത്തുന്നതിന് മികച്ച ഏകോപനം, സാങ്കേതികവിദ്യയുടെ ഉപയോഗവും അനിവാര്യമാണെന്നും ആഭ്യന്തരമന്ത്രി ഊന്നി പറഞ്ഞു. नार्को ऑफेंडर्स आज टेक्नोलॉजी से सक्षम बने हुए हैं, वो नेटवर्क आधारित बन चुके हैं और मल्टी डोमेन अपराध के रूप में भी आज हमारे सामने खड़े हैं. ये सभी चीजें ये लड़ाई को और कठिन बनाती है. इसलिए हमारी प्रतिक्रिया एक रोड मैप आधारित होनी चाहिए और उसमें आधुनिक इंटेलिजेंस लीड बेस्ड प्रतिक्रिया होनी चाहिए. टेक्नोलॉजी ड्रिवन अप्रोच होना चाहिए और नेटवर्क सेंट्रिक लड़ाई हमने करनी पड़ेगी. ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ കുട്ടികൾ സ്വയം സന്നദ്ധ പ്രവർത്തകരായി മുന്നോട്ട് വരണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ ആവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് എക്സൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ റാലി കവടിയാറിൽ ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു. തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി മയങ്ങില്ല കേരളം ക്യാമ്പയിൻ നടപ്പിലാക്കുമെന്നും ഡി അഡിക്ഷൻ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.
16ാമത് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിക്കായി ജപ്പാൻ പ്രധാനമന്ത്രി സനെ തകായിച്ചി അടുത്ത മാസം 1 മുതൽ 3 വരെ ന്യൂഡൽഹിയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തും. ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്താനും പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ കൈമാറാനും ഉച്ചകോടി ഇരുകൂട്ടർക്കും അവസരം നൽകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പ്രധാനമന്ത്രി തകായിച്ചിയുടെ ഇന്ത്യയിലേക്കുള്ള ആദ്യ ഔദ്യോഗിക സന്ദർശനമാണിത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് മറ്റന്നാൾ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഇന്നുകൂടി മൈ ഗോവ്, നമോ ആപ്പ് അല്ലെങ്കിൽ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. നിർമ്മിത ബുദ്ധിക്കൊപ്പം ന്യൂക്ലിയർ, സ്പേസ്, ക്വാണ്ടം സാങ്കേതിക വിദ്യകൾ തുടങ്ങിയവയായിരിക്കും ഭാവിയിലെ വളർച്ചയുടെയും ആഗോള മത്സരക്ഷമതയുടെയും രൂപരേഖകൾ നിർണ്ണയിക്കുകയെന്ന് ശാസ്ത്ര സാങ്കേതിക മന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ്. ന്യൂഡൽഹിയിൽ നടന്ന മീഡിയ കോൺക്ലേവിൽ സംസാരിക്കവെയാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത്. അതിർത്തി സാങ്കേതിക വിദ്യകളിൽ ഇന്ത്യ അതിവേഗം ഒരു പ്രധാന ശക്തിയായി ഉയർന്നു വരികയാണെന്ന് ഡോക്ടർ സിംഗ് അടിവരയിട്ടു. सारे विश्व का ग्रोथ का स्तर क्या है, स्पर्धा में, कॉम्पिटिटिवनेस में कहाँ खड़ा है, दीज आर द 3 important sectors which are going to decide. Also the geopolitical profile of the world. अभी आपने देखा ऑपरेशन सिंदूर हुआ तो जितना भी वॉरफेयर है वो स्पेस टेक्नोलॉजी और न्यूक्लियर सेक्टर पर ही निर्भर है. और मुझे ये कहते हुए खुशी है कि अनलाइक मे बी व्हाट वाज हैपनिंग अबाउट 2 decades बैक, आज हम उसी स्तर पर खड़े हैं जहाँ दूसरे देश हैं. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നോർവേ ഫ്രാൻസിനെയും സെനഗൽ ഇറാഖിനെയും നേരിടും. രാത്രി 12:30 മത്സരങ്ങൾ. നാളെ നടക്കുന്ന മത്സരങ്ങളിൽ സ്പെയിൻ ഉറുഗ്വയെയും സൗദി അറേബ്യ ക്യാബോ വെർദയെയും നേരിടും. രാവിലെ 5:30 മത്സരങ്ങൾ. ഇന്ത്യ അയർലാൻഡ് T20 പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ശ്രേയസ് അയ്യർ ഇന്ത്യയുടെ പുതിയ T20 ക്യാപ്റ്റനായി അരങ്ങേറ്റം കുറിക്കുന്ന മത്സരം ബെൽഫാസ്റ്റിൽ പുരോഗമിക്കുകയാണ്. കൌമാരതാരം വൈഭവ് സൂര്യവംശി ആദ്യ 11-ൽ ഇല്ല. സെൻസസ് 2027ന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൗകര്യം 4 ദിവസം കൂടി ലഭ്യമാകും. se.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. നേരിട്ടുള്ള US ഇറാൻ സംഘർഷ സാധ്യതകൾ കുറയ്ക്കുന്നതിനായി ഇരു രാജ്യങ്ങളിലെയും സൈനിക പ്രതിനിധികൾ ഉൾപ്പെടുന്ന പ്രത്യേക സംവിധാനം രൂപീകരിക്കാൻ US ഇറാനും സമ്മതിച്ചതായി US വൈസ് പ്രസിഡന്റ് ജെഡി വാൻസ്. ഈ ക്രമീകരണമനുസരിച്ച് ഇരു രാജ്യങ്ങളുടെയും സൈനിക പ്രതിനിധികളെ ഖത്തറിലെ ദോഹയിൽ വിന്യസിക്കുമെന്ന് ഒരു അഭിമുഖത്തിൽ വാൻസ് വ്യക്തമാക്കി. തിരുനെൽവേലി ജംഗ്ഷനിൽ യാർഡ് നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനെ തുടർന്ന് കേരളത്തിലേക്കുള്ള ചില ട്രെയിൻ സർവീസുകൾ റദ്ദാക്കി. മധുര ജംഗ്ഷനിൽ നിന്ന് പുറപ്പെടേണ്ട മധുര പുനലൂർ ഡെയിലി എക്സ്പ്രസ് ഈ മാസം 29 വരെ പൂർണ്ണമായും റദ്ദാക്കും. ജൂൺ 27, 28, 29, 30 തീയതികളിൽ പുനലൂർ മധുര ഡെയിലി എക്സ്പ്രസും നാഗർകോവിൽ കൊല്ലം ഡെയിലി പാസഞ്ചറും കൊല്ലം നാഗർകോവിൽ ഡെയിലി പാസഞ്ചറും സർവീസ് നടത്തില്ല. ഇന്ത്യ UK സാമ്പത്തിക വ്യാപാര സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. UKയുടെ ബിസിനസ് ആൻഡ് ട്രേഡ് സ്റ്റേറ്റ് സെക്രട്ടറി പീറ്റർ കൈലുമായി ലണ്ടനിൽ ഫലപ്രദമായ ചർച്ചകൾ നടത്തിയതായും ശ്രീ ഗോയൽ പറഞ്ഞു. അടുത്ത മാസം 15 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നവീകരണം, നിക്ഷേപം, സമഗ്ര വളർച്ച എന്നിവ പ്രോത്സാഹിപ്പിക്കുമെന്നും കേന്ദ്രമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു. 16ാം കേരള നിയമസഭയുടെ 1ാം സമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷെൽ സന്ദർശനത്തിന് നാളെ തുടക്കം. ദേശീയ ദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഭൂകമ്പത്തിൽ ദുരന്ത ഭൂമിയായി വെനസ്വേല, സഹായഹസ്തവുമായി ഓപ്പറേഷൻ അമിസ്റ്റാഡ് പ്രഖ്യാപിച്ച് ഇന്ത്യ.
ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. രാജ്യത്തിന്റെ ഭാവിക്ക് ഭീഷണിയായ ലഹരിക്കെതിരെ ഒറ്റക്കെട്ടായ പോരാട്ടം അനിവാര്യമാണെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരളത്തിൽ സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നോർവേ ഫ്രാൻസിനെയും സെനഗൽ ഇറാഖിനെയും നേരിടും. ഇന്ത്യ അയർലൻഡ് T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം പുരോഗമിക്കുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35-ന്.